ലോകത്തിന്റെ നശ്വരതയെ നമ്മൾ ഓർക്കുന്നതെങ്ങനെയാ? ഇതുപോലെ വഅലിന്റെ സദസ്സുകളിൽ രാപ്പകലില്ലാതെ വഅല് പറഞ്ഞ, മനോഹരമായി ഖുർആന്റെ ആയത്തുകൾ പറഞ്ഞ, സൗമ്യതയുടെ മുഖമായിരുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത് ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂര്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമുഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഇതേപോലെ വഅല് പറഞ്ഞ് മരണത്തെക്കുറിച്ച് പറഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഉറങ്ങിയതും മരണത്തിലേക്കാണ്. സഹോദര സഹോദരി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഒരു ട്രെയിൻ യാത്രയിൽ ഒരിക്കൽ ഞാൻ അദ്ദേഹവുമായി കണ്ടപ്പോ ഒരൊറ്റ പ്രാവശ്യമേ ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടുള്ളൂ. അന്ന് ആ സൗമ്യമായ പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, ഖുർആൻ ആയത്തുകൾ ഓതി നിങ്ങൾ വഅല് പറയുമ്പോ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്കത് ഓർമ്മ വരുന്നത്, എത്ര മനോഹരമാണ് ആയത്തോതിയിട്ട് നിങ്ങൾ അർത്ഥം പറയുമ്പോ അറിയാതെ അതിൽ ഞാൻ വല്ലാതെ ലയിച്ചു പോകാറുണ്ടെന്നൊരു ചെറിയ അംഗീകാരം പോലെ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഹാഫിളാണ്. ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ പുഴുക്കൾ പോലും അതിനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.